ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 3 to 4 year old കിഡ്സിന് വേണ്ടിയിട്ട് ഒരു വൺ ഷോൾഡർ ബേബി ഫ്രോക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ ഒരു ഡ്രസ്സ് നമ്മൾ 3 to 4 year old കിഡ്സിൻ്റെ സൈഡ് ഷാർട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാറ്റേൺ പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ബേസ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്, അത് 4.75 ഇഞ്ചാണ്. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ടാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ആം ഹോൾ ഞാൻ ഷോൾഡർ സ്ലോപ്പും കൂടെ ചേർത്താണ് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് നമ്മളൊരു 1/2 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസ് ആണ്, നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കുക. അതിനോടൊപ്പം ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തേക്കുന്നത്. ഇനി നമ്മൾ യോക്ക് ലെങ്ത് ആണ്, അത് ഞാനൊരു 7.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെയായിരിക്കും നമ്മുടെ വേസ്റ്റ് സൈസും മാർക്ക് ചെയ്യുന്നത്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കുക. അതിനോടൊപ്പം 1/2 ഇഞ്ച് ലൂസും കൂടെ കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഹാങ് ചെയ്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി കഴുത്ത് അകലമാണ്, അത് നമുക്കൊരു 2.25 അല്ലെങ്കിൽ 2.5 ഇഞ്ച് കൊടുക്കാം. കഴുത്തിറക്കം വന്നിട്ട് ഞാനൊരു 2.25 ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് സൈഡ് ഷാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാ ഡ്രസ്സുകളും ഞാനിവിടെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആം ഹോൾ ഡെപ്ത് ഉണ്ടല്ലോ, അവിടുത്തെ 2 സെൻറ്റർ പോയിന്റ്സും ഇതേപോലെ ടേപ്പ് വെച്ച് ഫോൾഡ് ചെയ്ത് കണ്ടുപിടിക്കാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ പോയിന്റിന് ഉള്ളിലോട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ പാറ്റേൺ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സോ അപ്പം നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്ക് ഷേപ്പ് ചെയ്യണം. അതിനായിട്ട് വീണ്ടും പാറ്റേൺ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് നോർമലി നമ്മൾ നെക്കൊക്കെ ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്തെടുക്കുക, റൗണ്ട് ഷേപ്പ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പാറ്റേൺ നിവർത്തിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക, അതായത് അതിൻ്റെ കൈക്കുഴിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഈ ഒരു വൺ ഷോൾഡർ ടോപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകലം എന്തോരാന്ന് അറിയാനായിട്ട് നമ്മൾ ഓൾറെഡി കഴുത്തകലം എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ്. അത് തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ നെക്ക് ഷേപ്പ് കൊടുത്തിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന സ്ട്രാപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3.25 ഇഞ്ചാണ്. അത് ഒരു സൈഡിലോട്ടാണ്. ബാക്കിലോട്ടും കൂടെ വരുമ്പം ഈ 3.25ൻ്റെ ഇരട്ടിയായിരിക്കും നമ്മൾ സ്ട്രാപ്പായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത് 3.25 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിനി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഷോൾഡർ സ്ട്രാപ്പ് മാർക്ക് ചെയ്ത പോയിന്റ് ഞാനിവിടെ പാറ്റേൺ പേപ്പറിലും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ബോഡീസ് ലൈനിങ്ങിൽ ട്രേസ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടത്ര തയ്യൽ തുമ്പുകളും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് ബോഡീസ് ആണ്. ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാറ്റേൺ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് സെൻറ്ററിൽ കൂടി ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഡ്രസ്സ് ബാക്കിൽ ഞാൻ സിപ്പ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാറ്റേൺ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ സിപ്പൊന്നും പിടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യം വരില്ല, നോർമലി ചെയ്യുന്ന പോലെ ചെയ്തു പോയാൽ മതി. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്ന കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രണ്ട് പാറ്റേൺ എങ്ങനെയാണോ വെച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം ബാക്ക് പാറ്റേൺ ട്രേസ് ചെയ്യുമ്പോൾ വെക്കാനായിട്ട്. കാരണം ഇപ്പം പ്ലെയിൻ കളർ തുണിയാണെങ്കിൽ, ഇപ്പം ഫാബ്രിക്സ് പ്രിൻറ്റഡ് ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ വെച്ച അതേ ഡയറക്ഷനിൽ തന്നെ ബാക്കും വെച്ച് ട്രേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിന് കൊടുത്ത അതേ തയ്യൽ തുമ്പ് തന്നെ ബാക്കിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതിന് ശേഷം ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ സാറ്റിൻ തുണി വെച്ചു, അതിന് പുറത്ത് നമ്മുടെ നെറ്റ് വെച്ചു, വീണ്ടും അതിന് പുറത്തോട്ടാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നെക്കും സ്ലീവും മാത്രം ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ബാക്കും നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. ആദ്യം സാറ്റിൻ വെക്കുക, അതിന് പുറത്ത് നെറ്റ് വെക്കുക, ദെൻ അതിന് പുറത്തോട്ട് ലൈനിങ് വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പം ഇത് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ സ്ട്രാപ്പിൻ്റെ വീതി വന്നിട്ട് ഞാനൊരു 3 ഇഞ്ചും നീളം വന്നിട്ട് 7.5 ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഇതേപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യുക. അത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ടോപ്പിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നെറ്റ് ഫാബ്രിക് വെച്ചാണ് ചെയ്യുന്നത്. 2 ലെയർ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ഹൈറ്റ് വന്നിട്ട് 15 ഇഞ്ചാണ്. അത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ലെങ്ത് എന്ന് പറയുന്നത് ഞാനൊരു 4 മീറ്ററോളം ഫ്രില്ലിട്ടടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് 22 ഇഞ്ചാണ്. അതിൽ നമ്മുടെ യോക്ക് ലെങ്ത് 7.5 പോയി കഴിഞ്ഞാൽ ബാക്കി 14.5 ഇഞ്ചാണ് വരുന്നത്. അതിനോടൊപ്പം 1/2 ഇഞ്ച് നമ്മുടെ വേസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പാണ്. നെറ്റിന് നമുക്ക് താഴെ തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി സെക്കൻഡ് ലെയർ ആണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതും തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാനൊരു 10.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ ഞാൻ ഫ്രില്ലും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 5.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം തയ്യൽ തുമ്പും കൂടെ ചേർത്തുള്ള മെഷർമെൻറ്റ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 4 മീറ്റർ ലെങ്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഫ്രില്ലിട്ട് അടിക്കുക. ഇനി ഫ്രില്ലായിട്ട് നമ്മൾ താഴെ അറ്റാച്ച് ചെയ്യുന്നതുണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ലെയർ 4 മീറ്റർ ആണല്ലോ, അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി എടുക്കണം. നമുക്ക് ഒത്തിരി ഫ്രില്ല് വേണമെങ്കിൽ അത്ര എടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ഫ്രില്ല് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുത്താലും മതിയാവും കേട്ടോ. അതായത് സെക്കൻഡ് ലെയറിൻ്റെ താഴത്തെ വിസ്തീർണം എത്രയാണോ അതിൻ്റെ ഒരു 3 ഇരട്ടി എങ്കിലും എടുക്കുക. ഇനി നമുക്ക് ലൈനിങ് ആണ്. ലൈനിങ്ങിൻ്റെ ഹൈറ്റ് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 14 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി കൊടുക്കുക. അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടി എടുക്കുക. എന്നിട്ട് ഇതേപോലെ കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ട് അടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെയും 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് മടക്കി അടിക്കാവുന്നതാണ്. ഇപ്പോൾ ലൈനിങ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ സാറ്റിനും എടുക്കുന്നത്. അതിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് എനിക്ക് അത്രയും തികയാഞ്ഞത് കൊണ്ട് ഞാൻ 2 സാറ്റിൻ തുണി ജോയിൻ ചെയ്തിട്ടാണ് പ്ലീറ്റ് ഇട്ട് അടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ലൈനിങ്ങും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ പ്ലീറ്റ് ഇട്ട് നമ്മുടെ ലൈനിങ് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് റൗണ്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 22 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. 22 അല്ല 23 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ അളവിൽ നമ്മൾ നെറ്റും ലൈനിങ്ങും സാറ്റിനും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ നെറ്റും സാറ്റിനും നമ്മുടെ ആ വേസ്റ്റ് ഭാഗത്ത് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ് നമ്മൾ അവസാനമാണ് ചെയ്യുന്നത്. കാരണം തയ്യൽ തുമ്പ് കാണാണ്ടാണ് നമ്മൾ ലൈനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് നെറ്റും സാറ്റിനും വെച്ച് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് റൗണ്ട് മാത്രം നമ്മളൊന്ന് തയ്ച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇനിയാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. കാരണം ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ ഫ്രോക്ക് നല്ല വശം ഉള്ളിലോട്ടാക്കി ഇടുക. അതിനുള്ളിലോട്ട് നമ്മൾ ലൈനിങ്ങും ചേർത്ത് ആ വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങളത് ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി താഴെ ഫ്രില്ലിട്ട് അടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അല്ലേ, സെക്കൻഡ് ലെയറിൽ. അപ്പോൾ അത് ഞാനിങ്ങനെ ഫ്രില്ലിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ താഴത്തോട്ട് ഇതിങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ആ ഒരു ചുരുങ്ങി വരുന്ന ഫ്രില്ലിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ആ ഫ്രില്ല് കാണുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ ഞാൻ 5 മീറ്റർ നെറ്റ് ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.